കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡിന്റെ 5ാമത്തെ ക്ലാസ്സിലേക്ക് പ്രീവിയസ് ക്വസ്റ്റ്യനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. LGS നിലവാരത്തിൽ നടന്ന എല്ലാ ചോദ്യങ്ങളും, അതായത് ഇപ്പൊ LD ലെവൽ ആണെങ്കിലും ശരി, അതിലൊക്കെ പ്രിലിംസ് നടന്ന എക്സാം ഉണ്ടല്ലോ. ഇപ്പൊ 2021 മുതൽ 2025 വരെ നടന്ന എല്ലാ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അതേപോലെ തന്നെ LGS ലെവൽ നടന്നിട്ടുള്ള മെയിൻസ് എക്സാമിന്റെയും പ്രിലിംസിന്റെ എക്സാം എല്ലാം എന്താണ് നിങ്ങളുടെ മുന്നിലേക്ക് ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് എത്തുകയാണ് കേട്ടോ. പരമാവധി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ പരമാവധി നിങ്ങളുടെ സപ്പോർട്ട് എന്ത് ചെയ്യും, നമ്മുടെ ക്ലാസ്സുകൾ സ്പീഡായിട്ട് വേണ്ടത് മാത്രം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിച്ചു തരുന്നതായിരിക്കും. തീർച്ചയായിട്ടും എന്നെ വിശ്വസിക്കാം. അപ്പൊ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ എന്റെ കൂട്ടുകാര് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആ വലതുവശത്ത് ഒരു ബെല്ലൈക്കൺ ഇല്ലേ, അതിലൊന്നും കൂടി ക്ലിക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതേപോലെ ഷെയർ ചെയ്യണം കേട്ടോ. പരമാവധി നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. വീഡിയോ കാണുന്ന സമയത്ത് ഹൈപ്പ് കൊടുക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമുക്കെങ്കിൽ ക്ലാസ്സിലേക്ക് കിടക്കാം. 5ാമത്തതാണ് കേട്ടോ. പിന്നെ ചോദ്യ കലവറ സീരീസ് ഉണ്ട്. SCRT പുതിയ SCRT അടിസ്ഥാനമാക്കിയിട്ട് ക്ലാസ് ഉണ്ട്. ബയോളജി പുതിയ SCRT ബയോളജി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ 3 സീരീസും ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തതാണ് കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡിന് വേണ്ടിയിട്ട് കേട്ടോ. നന്നായിട്ട് പഠിക്കുക. കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് മാത്രമല്ല കേട്ടോ, പ്രിലിംസിന് വേണ്ടിയിട്ടല്ല, മെയിൻസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒറ്റപ്പെടുത്തം പഠിച്ചാൽ പ്രിലിംസും നേടാം, മെയിൻസും നേടാം. നമുക്കൊന്ന് ക്ലാസ്സിലേക്ക് കിടക്കാം. ചെയ്തു നോക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് 165/24 ആണ്. നമുക്ക് കടന്നാലോ. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ആരുടെ പ്രസ്താവന? അങ്ങനെ SCRT ആണ് കേട്ടത്. ആരുടേതാണിത്? വില്യം ബെന്റിക് പ്രഭുവിന്റേതാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? ഇതിൽ താഴെ പറയുന്നതിൽ ശരിയായത് ഏതാണ്? B ആണ്. 1 മാത്രമാണ് ശരി. കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു. അതായത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദ്യം. അതിൽ കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ച നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയ തോപ്പിയും. ഓക്കെ. ബീഗം ഹസ്രത്ത് മഹലൊക്കെ ലക്നൌവിലാണ് അല്ലെ. ഫൈസാബാദില് മൗലവി അഹമ്മദുള്ള. ഫൈസാബാദിൽ ആരാ? മൗലവി അഹമ്മദുള്ള. ബീഗം ഹസ്രത്ത് മഹലൊക്കെ ലക്നൌവിലായിരുന്നു കേട്ടോ. ഇതാ ഇവിടെ തിരിച്ചു തന്നു കേട്ടോ. ഇവിടെ തന്നിട്ടുണ്ട്. ബീഗം ഹസ്രത്ത് മഹൽ എവിടെയാ? ലക്നൌവിലാണ്. ഫൈസാബാദില് മൗലവി അഹമ്മദുള്ള. ഇനി ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം. ഏതിലാണ് ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ചത്? പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഓഫ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായിട്ട് സ്ഥാപിച്ച സംഘടന മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമാണ്. അപ്പൊ അലിഗഡ് പ്രസ്ഥാനമാണ്. രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ ഏതാണ്? B ആണ്. 3ഉം 4ഉമാണ്. മിറാത്തുൽ അക്ബറും സംഭാദ് കൗമുദിയും കേട്ടോ. ഇത് 2എണ്ണമാണ് രാജാറാം മോഹൻ റോയുടേത്. രവീന്ദ്രനാഥ് ടാഗോർ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ. കണ്ടോ, മിസ്റ്റേക്ക് വന്നിരിക്കുന്നുണ്ട്, അക്ഷര മിസ്റ്റേക്ക്. കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് അയ്യത്താൻ ഗോപാലനെയാണ് കേട്ടോ. അയ്യത്താൻ ഗോപാലൻ. 1821 രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്യർ കലാപത്തിന്റെ കാരണം എന്താണ്? ഇത് ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ് കേട്ടോ മക്കളെ. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കുറിച്യർ കലാപത്തിന് വഴിതെളിച്ചിട്ടുണ്ട്. നികുതി പണമായിട്ട് അടയ്ക്കാൻ നിർബന്ധിച്ചതും കുറിച്യർ കലാപത്തിന് വഴിതെളിച്ചിട്ടുണ്ട്. പിന്നെ നികുതി അടയ്ക്കാൻ കഴിയാത്തവിടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. ഇത് 3ഉം ആൻസർ ആയിട്ടുള്ള തന്നെയാണ്. പക്ഷെ എന്തോ PSC ഡിലീഷൻ ചെയ്തിരിക്കുന്നു. ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് ജില്ലയാണ്. EV രാമസ്വാമി നായ്ക്കരുമായിട്ട് ബന്ധപ്പെട്ട സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം. വൈക്കം ഹീറോ EV രാമസ്വാമി നായ്ക്കരാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ് കേട്ടോ. അടുത്തതും ഡിലീഷൻ ആണ്. 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം. 2024 എവിടെയായിരുന്നു? ഇറ്റലിയിലായിരുന്നു കേട്ടോ. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം, സ്വത്ത് സമ്പാദനത്തിലുള്ള അവകാശം മൗലിക അവകാശത്തിൽ നിന്നും നീക്കം ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ 24. ജീവനും വ്യക്തി സ്വാതന്ത്ര്യവുമാണ് 21 ഇല്ലേ. പിന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ആരാണ് അംബേദ്കർ വിശേഷിപ്പിച്ചത്? ആർട്ടിക്കിൾ 32 ആണ് അല്ലെ. ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം.
ആർട്ടിക്കിൾ 28 എന്താണ്? 25 മുതൽ 28 വരെയാണ് മതസ്വാതന്ത്ര്യം. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി. ഭരണഘടന നിഷേധിക്കപ്പെട്ടാൽ നമുക്കിപ്പോ ഒരു മൗലികാവകാശം നമുക്ക് നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് ഏത് കോടതിയാണ് നമ്മൾ സമീപിക്കേണ്ടത്? സി ആണ് കേട്ടോ. 3 ശരിയാണ്. സുപ്രീം കോടതിയും ഹൈക്കോടതിയുമാണ് കേട്ടോ. നമുക്കറിയാലോ റിട്ട് അധികാരമൊക്കെ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണ്. സുപ്രീം കോടതി 32ഉം ഹൈക്കോടതി 226 പ്രകാരവുമാണ് റിട്ട് പുറപ്പെടുവിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി ഏതാണ്? നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ, 106ാമത്തെ ഭേദഗതി. 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? എ ആണ് 1ഉം 3ഉമാണ് കേട്ടോ. സ്ഥിരതയോട് കൂടിയിട്ടുള്ള വളർച്ച, സ്വാശ്രയത്വം 4ാം പഞ്ചവത്സര പദ്ധതിയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. ഭക്ഷ്യ സ്വയം പര്യാപ്തത 3ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ ഏതെല്ലാം? 1ഉം 2ഉം അല്ലെ. 19ാമത്തെ ആൻസർ ഏതാ വരിക? സി ആണ് വരിക കേട്ടോ. 1ഉം 2ഉം 3ഉം സൈനിക നടപടിയിലൂടെ ഹൈദരാബാദിനെയും ജമ്മു കാശ്മീരും ജുനഗഡിനെയൊക്കെ അറിയാലോ. അതിനെയൊക്കെ സൈനിക നടപടിയിലൂടെയും ലയന കരാറിലൂടെയും അനുരഞ്ജനങ്ങളിലൂടെയും ഒക്കെയാണ് എന്ത് ചെയ്തത്? നാട്ടുരാജ്യങ്ങളെയൊക്കെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചത്. വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റി ഡോക്ടർ DS കോത്താരി കമ്മീഷന്റെ ശുപാർശകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ്. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രാധാകൃഷ്ണൻ കമ്മീഷൻ ആണ് അല്ലെ. രാധാകൃഷ്ണൻ കമ്മീഷൻ. അപ്പൊ ആൻസർ എന്താണ്? ഇതിൽ ഓപ്ഷൻ ഇല്ല കേട്ടോ, അതുകൊണ്ടാണ്. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാൻ ഗഗൻയാനാണ് കേട്ടോ. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിലാണ്? കാർഗിൽ യുദ്ധം. ഇത് ഈ വർഷം അടക്കം നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. 1999 കാർഗിൽ യുദ്ധം നടക്കുന്നത്. എന്താ? ഓപ്പറേഷൻ സഫേദ് സാഗർ കേട്ടോ. ഓപ്പറേഷൻ സഫേദ് സാഗർ ആണ് കാർഗിൽ യുദ്ധത്തിൽ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത മനു ബക്കർ. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത്? മൗണ്ട് K2 കാരക്കോറം. ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് ഇരുമ്പാണ്. ഇന്ദ്രാവതി ഏതു നദിയുടെ പോഷക നദിയാണ്? ഇന്ദ്രാവതി ഗോദാവരിയുടെ പോഷക നദിയാണ് ഇന്ദ്രാവതി. പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ച വർഷം? 2003. ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ വിസ്തൃതി 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഓക്കെയാണോ? 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? നമ്മുടെ ഇന്ദിരാഗാന്ധിയാണ്. ഇടുക്കി ഇന്ദിരാഗാന്ധി. ഓക്കെ. 53ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. എപ്പോഴും ഈ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഒക്കെ പഠിക്കുമ്പോൾ ഈ നമ്പർ ആയിരിക്കണം പഠിക്കേണ്ടത്. എപ്പോഴും ഈ നമ്പർ വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ വരുള്ളൂ കേട്ടോ. അപ്പൊ അത് മറക്കാൻ പാടില്ല. ആരാണ് മികച്ച നടൻ? കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടൻ നമ്മുടെ മമ്മൂട്ടിയാണ്. 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ ഓസ്ട്രേലിയ ആണ്. കക്കാട് ജലസേചന പദ്ധതി നിലവിൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കക്കാട് ജലസേചന പദ്ധതി പത്തനംതിട്ട. കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായിട്ട് ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം 2018. പ്രളയമുണ്ടായ വർഷം തന്നെയാണ് ചക്കയെ ഔദ്യോഗിക ഫലമായിട്ട് പ്രഖ്യാപിച്ചത്. നെക്സ്റ്റ് വൺ, റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രം അല്ലാത്തത് ഇത് ചോദ്യം വേറൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. റാം കെയർ ഓഫ് ആനന്ദി ആരുടെ നോവലാണ് എന്ന് വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അഖിൽ പി ധർമ്മജൻ ആണ്. അത് പഠിച്ചു വെക്കണം. അതിൽ കഥാപാത്രം അല്ലാത്തത് ഏതാണ്? സി ആണ് കേട്ടോ. സുമതി അല്ലേ. കഥാപാത്രങ്ങൾ മല്ലി, രേഷ്മ, കിരൺ.
ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ്? 30%. കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ളത് വയനാടാണ്. ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് ഇടുക്കിയാണ്. പക്ഷെ ശതമാനാടിസ്ഥാനത്തിൽ ചോദിച്ചാൽ വയനാട്. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ. എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ ശാസ്താംകോട്ട. താഴെ പറയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെയും സംരക്ഷിത ജീവികളെയും ചേരുംപടി ചേർക്കുക. വന്യജീവി സങ്കേതം ചാമ്പൽ മലയണ്ണൻ, നമുക്കറിയാം അല്ലെ. പെട്ടെന്ന് ഓപ്ഷനിലേക്ക് ഇങ്ങനെ ഇതൊക്കെ ചെയ്യുമ്പോൾ റീഡ് തവളകൾ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. റീഡ് തവളകൾ എവിടെയാണ്? കക്കയത്താണ് അല്ലെ. 1, 4 വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് നോക്കുക. ഇവിടെ 1, 4 അല്ല, ഇതൊക്കെ ഡിലീഷൻ ചെയ്ത് വിടുക. ചാമ്പൽ മലയണ്ണാൻ എവിടെയാണ്? ചിന്നാറിലാണ് അല്ലെ. ബി ഏത് വരണം? 3 വരണം. ബി 3 വരണം. കണ്ടത് ആൻസറിലേക്ക് എത്തി. എ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പിന്നെ ഏതാണ്? സിംഹവാലൻ കുരങ്ങ്, സൈലന്റ് വാലി, വരയാട്, ഇരവികുളം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും എളുപ്പം ഏതാണ്? സിംഹവാലൻ കുരങ്ങ്, സൈലന്റ് വാലിയാണ്. സി 1 വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് നോക്കിയിട്ട് അത് നമുക്ക് വേഗം ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓപ്ഷൻ അത് വേഗം എടുത്ത് ചെയ്യാം കേട്ടോ. താഴെ പറഞ്ഞവയിൽ ശരിയായ പ്രസ്താവന ഡി ആണ് കേട്ടോ. എല്ലാം ശരിയാണ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ മാനക രേഖാംശം 82 ഡിഗ്രി പൂർവ്വ രേഖാംശമാണ്. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് ഇന്ദിര കോളാണ്. തെക്കേ അറ്റത്തുള്ളത് ഇന്ദിര പോയിന്റ് ആണ്. ഇന്ത്യയിലെ ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. സി ആണ്. 2ഉം 4ഉം ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡ്. ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതി ദാമോദർ ആണ് കേട്ടോ, ബക്രാനങ്കൽ അല്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതിയാണ് ബക്രാനങ്കൽ. പെരിയാറിന്റെ നീളം ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ്. ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമായ ലോകസഭയുമായി ബന്ധം ഇല്ലാത്ത പ്രസ്താവന ഏതാണ്? ബന്ധം ഇല്ലാത്തത് സി ആണ്. 1ഉം 3ഉം പ്രസ്താവന തെറ്റാണ് കേട്ടോ. ലോകസഭയുമായി ബന്ധപ്പെട്ടതല്ല. ഓക്കെ, ഇത് രണ്ടും രാജ്യസഭയുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ഇത് രണ്ടും രാജ്യസഭയാണ് കേട്ടോ. ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്നു, ശരിയാണ്. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. 2ഉം 4ഉം അല്ലേ. ഏതാണ്? 2ഉം 4ഉം അല്ലേ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ലോകസഭ കേട്ടോ. ഇത് രണ്ടും രാജ്യസഭയാണ്. സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. എല്ലാ ക്വസ്റ്റ്യനും എത്ര ക്വസ്റ്റ്യൻ ആണല്ലേ, മറ്റുള്ളവരെ ഇട്ടിട്ട് ഡിലീഷൻ ആണ്. അടുത്തത് രചയിതാക്കളും കൃതികളും തന്നിട്ടുണ്ട്. 46ാമത്തെ ആൻസർ ബി ആണ് കേട്ടോ. 1 ബി വരുന്നത് വരാഹമിഹിരൻ, ലഘുജാതകം കാളിദാസന്റേതാണ്. വിക്രമോവർഷീയം വിശാഖദത്തന്റേതാണ്. മുദ്ര രാക്ഷസം ശുദ്രകന്റേതാണ്. മൃച്ഛകടികം. ഇവിടെ കൃത്രിമോപഗ്രഹം ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം PSLV-C 57 ആണ്. സമൂഹശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അഗസ്റ്റസ് കോംതെ ആണ്. 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? തെക്കേ അമേരിക്ക. മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നതാണ് 2023 ലോക എന്തിന്റെ സന്ദേശമാ? മണ്ണ് ദിനത്തിന്റെ സന്ദേശമാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിന്റെ ജന്മദേശം എവിടെയാണ്? പോർച്ചുഗൽ ആണ് കേട്ടോ. അന്റോണിയോ ഗുട്ടറൻസിന്റേത് പോർച്ചുഗൽ ആണ്. നെക്സ്റ്റ് വൺ, 2023 സാമ്പത്തിക ശാസ്ത്രത്തിലെ നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? സാമ്പത്തിക ശാസ്ത്രത്തിലെ നോബൽ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ക്ലോഡിയ ഗോൾഡിൻ. പിന്നെ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 3ഉം ശരിയാണ് കേട്ടോ. ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് ചെറുകുടലാണ്. ബില്ലസുകൾ കാണപ്പെടുന്നത് ചെറുകുടലിലാണ്. ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യപ്പെടുന്നത് ചെറുകുടലാണ്. മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല അല്ലെ. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം വൈറ്റമിൻ എയുടെ അപര്യാപ്തതയാണ്. കേരളത്തിൽ പ്രധാന വരുമാന സോഴ്സ് ഡിലീഷൻ ആണ്. ദേശീയ വനനയം നിലവിൽ വന്ന വർഷം എപ്പോഴാ? ദേശീയ വനനയം 88 കേട്ടോ. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന IUCN ആണ്. 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം? ലോക പരിസ്ഥിതി ദിനം സൗദി അറേബ്യ. പോസ് ചെയ്തിട്ട് ചെയ്തു നോക്കണം, എന്നിട്ട് ആൻസർ കേൾക്കാൻ പാടുള്ളൂ കേട്ടോ.
രാജ്യത്തിന്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടിയിട്ട് സിംബാബ്വെ പുറത്തിറക്കിയ കറൻസി ഏതാ? സിഗ് ആണ് കേട്ടോ. നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത കറിയുപ്പിന്റെ രാസനാമം സോഡിയം ക്ലോറൈഡ്. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം തന്നിട്ടുള്ളതിൽ ഏതാ പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്നത്? രാസോർജമാണ് കേട്ടോ. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ പരിധി 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയില്. അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെ ആറ്റത്തെ കുറിച്ചിട്ട് പ്രസ്താവന തന്നിട്ടുണ്ട്. ശരിയായിട്ടുള്ളത് ഏതൊക്കെയെന്നാണ് ചോദിക്കുന്നത്. 4ഉം ശരിയാണ് കേട്ടോ. എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറുകണങ്ങൾ കൊണ്ടാണ്. ശരിയാണ്. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും. ശരിയാണ്. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതിയതായിട്ട് നിർമ്മിക്കപ്പെടുന്നില്ല, നശിപ്പിക്കപ്പെടുന്നുമില്ല. ശരിയാണ്. ഇനി അടുത്തത് ധാതുക്കളും അയിരുകളും തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്ന ചോദ്യം എ മാത്രമാണ് കേട്ടോ. എ ആണ്. 2 മാത്രമാണ് ഇവിടെ ശരി. എല്ലാ അയിരും എന്താണ്? ധാതുക്കളാണ്. എന്നാൽ എല്ലാ ധാതുക്കളും എന്തല്ല? അയിരല്ല. ഓക്കെ. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്താ? ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം. 2023 രസതന്ത്ര നോബൽ സമ്മാനം എത്ര പേർക്ക് ലഭിച്ചു? 2023 3 പേർക്കാണ് കേട്ടോ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ്. പ്രോട്ടോസോവ രോഗം ഏതാ? താഴെ തന്നിട്ടുള്ളതിൽ പ്രോട്ടോസോവ മലമ്പനിയാണ് പ്രോട്ടോസോവ പകർത്തുന്ന രോഗം. ക്ഷയം ഏതാണ്? ബാക്ടീരിയ ആണ് അല്ലെ. എലിപ്പനി ഏതാ? ബാക്ടീരിയ. എയ്ഡ്സ് ഏതാ? വൈറസ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം മസ്തിഷ്കമാണ്. ബ്രെയിനില് EEG ഇലക്ട്രോ എൻസെഫലോഗ്രാം. ECG എന്താ? ഹാർട്ട് ആണല്ലേ. ഇലക്ട്രോ കാർഡിയോഗ്രാം. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതി കർസാപ്പ് SCRT കിടക്കുന്നുണ്ട് കേട്ടോ. സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത. സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്നത് പ്ലാസ്മോഡെസ്മാറ്റ. അമീബിക് മെനിഞ്ചോ എൻസെഫലിറ്റിസ് രോഗത്തിന്റെ രോഗകാരി. ഇത് റിപ്പീറ്റേഷൻ ആണ് കേട്ടോ. അത് എത്ര തവണ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഈ ചോദ്യങ്ങള് വീണ്ടും 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 വരുന്നുണ്ട്. അമീബിക് മെനിഞ്ചോ എൻസെഫലിറ്റിസ് രോഗകാരി ഏതാ? നെഗ്ലേറിയ ഫൗലേറി. ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേരെന്താണ്? ഇത് ഡിലീഷൻ ആണ്. ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന സ്ഥലം പ്ലൂറയാണ്. ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്നതാണ് പെരികാർഡിയം കേട്ടോ. ഇനി താഴെ പറയുന്നവയിൽ പോർട്ടൽ സിരിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ഇതില് 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന കേട്ടോ. അവയവങ്ങളിൽ നിന്നും അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു. അവയവങ്ങളിൽ നിന്നും അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നത് പോർട്ടൽ സിരിയാണ്. പോഷക ഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിൽ എത്തിക്കുന്നതും പോർട്ടൽ സിരിയാണ്. കേരളത്തിലെ ആദ്യത്തെ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് എവിടെയാ? നിലമ്പൂരാണ് കേട്ടോ. ഏത് രോഗത്തിന്റെ രോഗവ്യാപനം കണക്കിലെടുത്തിട്ടാണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ഏത് രോഗത്തിന്റെയാണ് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഇടയുണ്ടായ സാഹചര്യം ഡിലീഷൻ ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം? ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ആസാമാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യത്തെ സംസ്ഥാനം? ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യത്തെ സംസ്ഥാനം നാഗാലാൻഡ് ആണ്. ഇനി നമുക്ക് മാത്സിലേക്ക് കടക്കാം. കൂട്ടുകാരെ താഴെ കമന്റ് ചെയ്തു ഇതിന്റെ ആൻസറിലേക്ക് ഞങ്ങൾ എങ്ങനെ എത്തും ആൻസർ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഈ കാറ്റഗറി നമ്പർ യൂട്യൂബിൽ അടിച്ചു കൊടുക്കുക. ഇഷ്ടം പോലെ ഈ ക്വസ്റ്റിന്റെ എക്സ്പ്ലനേഷന്റെ വീഡിയോ കാണാനായിട്ട് സാധിക്കും കേട്ടോ. എന്തിനങ്ങനെ പേടിയാകുന്നത്? മാത്സ് ചെയ്യാൻ പറ്റാവും കേട്ടോ. എന്തിനാടാ ഒക്കെ ഉണ്ടോ കേട്ടോ നമ്മുടെ ചാനലില്, നമ്മുടെ യൂട്യൂബില് ഉണ്ടാവും കേട്ടോ ക്ലാസ്സുകള്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് എടുത്താൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ക്ലാസ്സുകൾ അതിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ. പൈതഗോറസ് ത്രികങ്ങൾ അല്ലാത്തത് ഏതാണ്? 81ാമത്തെ ആൻസർ എ ആണ്. 82ാമത്തതിന്റെ ആൻസർ വന്നിട്ട് ബി ആണ്. 83 ഡിലീഷൻ ആണ് കേട്ടോ. 84 ഡി ആണ്. 85 ബി ആണ്. 86 ഡി ആണ്. 87 എ ആണ്. 88 എ ആണ്.
89 ബി ആണ്. 90 എ ആണ്. 91 ഡിലീഷൻ ആണ് കേട്ടോ. 92 എ ആണ്. 93 എ ആണ്. 94 ബി. 95 തെറ്റിയോ? 92 എ. 93 എ ആണ്. 94 ബി. ഇതാണ് തെറ്റിയത് അല്ലേ? ഇവിടെ മാർക്ക് ചെയ്തത് മാറിപ്പോയി. ഇനി 95 ഏതാ? 95 ഡി ആണ്. 96 എ ആണ്. 97 എ ആണ്. 98 ഡി ആണ്. 99 എ ആണ്. 100 സി ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ 5ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അറിയാത്ത ക്വസ്റ്റ്യൻസ്, തീരെ അറിയാത്ത ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യനെ മാത്രം എഴുതാനായിട്ട് ഒരു നോട്ട് ബുക്ക്, ചെറിയൊരു 200 പേജിന്റെ ഒരു നോട്ട് ബുക്ക് വാങ്ങിച്ചു വെക്കാം. അത്രയും അറിയാത്ത സയൻസ് ഒക്കെ ഇത്തിരി ടഫ് ആണല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ റിവിഷൻ ചെയ്യാം. വരുന്ന എക്സാമുകൾക്കൊക്കെ ഈ ക്വസ്റ്റ്യൻ ആവർത്തിക്കപ്പെടും. അപ്പോൾ മാർക്കുകളാക്കിയിട്ട് മാറ്റുക കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.